ഡിജിറ്റൽ പേയ്മെന്റുകൾ ലളിതവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ മാൻഡേറ്റ് ചട്ടക്കൂട് നടപ്പാക്കി റിസർവ് ബാങ്ക്. പുതിയ നിയമപ്രകാരം 15,000 രൂപ വരെയുള്ള റെക്കറിംഗ് പേയ്മെന്റുകൾക്ക് വൺ ടൈം പാസ്വേഡ് OTP പോലെയുള്ള അധിക ഓതന്റിക്കേഷൻ ആവശ്യമില്ല. പുതിയ നിയമം നടപ്പാക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് അധിക ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഉപയോഗിച്ച് ഒറ്റത്തവണ മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യാം. ഡിജിറ്റൽ ഇടപാടുകൾ സംബന്ധിച്ച നേരത്തെ പുറത്തിറക്കിയ സർക്കുലേറ്ററുകൾക്ക് പകരമായി എല്ലാ റിക്കറിംഗ് പേയ്മെന്റുകൾക്കും സമഗ്രവും ഏകീകൃതവുമായ ചട്ടക്കൂട് നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. OTT പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനുകളിലെ ഓട്ടോ ഡെബിറ്റ് സംവിധാനങ്ങൾക്ക് നിയതമായ സിസ്റ്റം ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും. യൂട്ടിലിറ്റി ബില്ലുകൾ, EMI തുടങ്ങിയ ഉയർന്ന തുകയ്ക്കുള്ള ഇടപാടുകൾക്ക് OTP നിർബന്ധമാണ്. പ്രത്യേക വിഭാഗത്തിലുള്ള ഉയർന്ന തുകയുള്ള ഇടപാടുകൾക്കായി ഇളവുകളും റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. ഇൻഷുറൻസ് പ്രീമിയം, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ, ക്രെഡിറ്റ് കാർഡ് ബിൽ തുടങ്ങിയവയിൽ നടത്തുന്ന റിക്കറിംഗ് പേയ്മെന്റുകളിൽ 1,00,000 രൂപ വരെയുള്ള തുകയ്ക്ക് അധിക ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ആവശ്യമില്ല. വിദേശ വിപണികളിലെ റിക്കറിംഗ് ഇടപാടുകൾക്കും പുതിയ ചട്ടക്കൂട് ബാധകമാണ്. റിക്കറിംഗ് ഇടപാടുകളിൽ മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അധിക ചാർജ് ഈടാക്കുന്നതും നിരോധനം ഏർപ്പെടുത്തി. മാൻഡേറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഉപഭോക്താവിനാണ്. ഏത് സമയവും മാൻഡേറ്റ് പുതുക്കാനോ ഓരോ മാസവും 15,000 രൂപ വരെയുള്ള റിക്കറിംഗ് പേയ്മെന്റുകൾ ഓരോ തവണയും OTP ഇല്ലാതെ തന്നെ പ്രോസസ് ചെയ്യാനാകും. 5,000 രൂപയിലധികമുള്ള തുകയ്ക്ക് ഓരോ തവണയും OTP ആവശ്യമാണ്. ഉപഭോക്താക്കളിൽ നിന്ന് തുക പിടിക്കുന്നതിന് 24 മണിക്കൂർ മുൻപ് മർച്ചന്റിന്റെ പേര്, തുക, ഡെബിറ്റ് തീയതി എന്നിവ വ്യക്തമാക്കി പ്രീ ഡെബിറ്റ് അലർട്ടുകൾ ബാങ്കുകളും പേയ്മെന്റ് ഏജൻസികളും അയക്കണം. ഇതിലൂടെ ഉപഭോക്താവിന് വേണമെങ്കിൽ പേയ്മെന്റ് റദ്ദാക്കാനുള്ള സാവകാശവും ലഭിക്കും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.